ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്രാടം നക്ഷത്രത്തിൻ്റെ വിഷുഫലമാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതായത് ഉത്രാടം നക്ഷത്രത്തിന് ഇനി ദോഷങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതായത് ഇവർക്ക് വിഷുഫലം എന്ന് പറയുന്നത് വളരെയധികം നന്മ നിറഞ്ഞതും സന്തോഷം നിറഞ്ഞതുമായ ഒരു വിഷുഫലമായിരിക്കും ഇവരെ തേടിയെത്തുന്നത്. അതായത് എല്ലാ തരത്തിലും ഇവർക്ക് ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ഇവരെ തേടിയെത്തുന്നതായിരിക്കും. ജീവിതത്തിൽ ഇതുവരെ അവർ അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടതകൾക്കും ഒരു അറുതി ഉണ്ടാകുന്നതാണ്. അതുപോലെ ഈ ഉത്രാടം ധനുക്കൂറുകാർക്ക് കണ്ടകശനിയുടെ അല്പം ദോഷങ്ങളുണ്ടെങ്കിലും മകരക്കൂറുകാർക്ക് ഏഴര ശനി ദോഷം മാറി അവർക്ക് ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇനി ഇവർക്ക്, അതായത് ശനികാലത്ത് ഇവർ അനുഭവിച്ച ആ ദുഃഖങ്ങൾക്കൊക്കെ ഒരു അറുതി വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സമ്പൽ സമൃദ്ധിയും ഒക്കെ ഇവരെ തേടിയെത്തുന്നതായിരിക്കും. അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ ഉയർച്ചയും അംഗീകാരവും ഒക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ റിസൾട്ടൊക്കെ തേടി ഇരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് നല്ല വിജയമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ ഗ്രഹങ്ങളൊക്കെ വളരെയധികം, അതായത് പഴയ വീടൊക്കെ ആണെങ്കിൽ അത് മോടി പിടിപ്പിക്കാനും അതുപോലെ പുതിയ വീടൊക്കെ മേടിക്കാനും ഒക്കെ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനും അതുപോലെ വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വിദേശത്ത് പോയി പഠിക്കുന്നതിനുള്ള സൗഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാർക്കാണ് വിവാഹത്തിനൊക്കെ യോഗമുണ്ട്. സന്താന സൗഭാഗ്യത്തിനും യോഗം കാണുന്നുണ്ട്. അതായത് സന്താനങ്ങളില്ലാതെ വിഷമിച്ച് ഇരുന്നവർക്കൊക്കെ ഈ വർഷം വിഷുഫലത്താലും അതുപോലെ ശനിദോഷം ഒക്കെ മാറി നിൽക്കുന്നതിനാലും ഒക്കെ തന്നെ ഇവർക്ക് സന്താന സൗഭാഗ്യത്തിനും യോഗം കാണുന്നുണ്ട്. അതായത് ഒക്കുമെന്നുണ്ടെങ്കിൽ, അതായത് ഈ വിഷുവിന് പോകാൻ പറ്റുമെന്നുള്ളവർ ഗുരുവായൂർ ദർശനം നടത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ മഞ്ഞപ്പെട്ട് സമർപ്പിക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക ഭഗവാന്. അപ്പോൾ അവിടെ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി വഴിപാടുകൾ നടത്തുക. അതായത് മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക, തുളസിമാല സമർപ്പിക്കുക, അതുപോലെ പാൽപ്പായസം നടത്തുക. ഇതൊക്കെ മാസത്തിൽ ഒരു വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ നല്ല രീതിയിൽ ദോഷങ്ങൾ ഇല്ലെന്നല്ല, ദോഷങ്ങൾ ചെറിയ തോതിലുണ്ടെങ്കിലും ആ ദോഷങ്ങളൊക്കെ മാറി എല്ലാം അനുകൂല ഭാവത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.